അവന്മാര് കഴിച്ചോ? ഗീപ്പൊടി ഇഡ്ഡലി അല്ലേ ഇത്? നല്ലതാ അക്ഷയ്. രണ്ടും അതെ. രാമേശ്വരം കഫേ ഈസ് ഡൺ. സൂപ്പർ ആയിരുന്നു. നെക്സ്റ്റ് എവിടെ പോണേ? സൂപ്പർ ആയിരുന്നു ഇവൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മറ്റേ തിന്നിട്ട് കുറ്റം പറയുന്ന മലയാളി. യെസ്, അവൾക്കൊന്നും ആയില്ല, പക്ഷെ എനിക്ക് എല്ലാം ആയി. വ്ലോഗ് എടുക്കാം. നേരെയല്ലേ? നേരെ എന്താ നീ പറ. റേഞ്ചില്ല. എല്ലാം എടുക്കുന്നുണ്ട്. പൂസ് ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് പറയൂ പൂസ്. ടോപ്പ് ഇസ് ഫ്രം രേഷ്മയുടെ. അതെ, എന്റെയാണ്. കമ്മൽ എന്റെയാണ്. ബാക്കി ഉള്ളിട്ടേക്കുന്നൊക്കെ അവളുടെയാണ് ഗൈസ്. അത് അവള് കൊണ്ടുവന്നായിരുന്നു. എൻ്റെ എന്നെക്കാളൊന്ന് സ്വീറ്റ്സ് പ്രാന്തായ ഒരാളാണ് രേഷ്മ. സോ രേഷ്മയുടെ കൂടെ പോയ എല്ലാ ഫേസ് MG റോഡ് പോലെ ഇരിക്കുന്നത്. സ്കിന്നിനെ കുറിച്ച് ബോധർ ചെയ്യാൻ പാടില്ല അല്ലേ? അതെ അതെ, വളരെ ശരിയാണ്. അതുകൊണ്ട് രേഷ്മയുടെ കൂടെ പോയ എന്ത് ഡെസേർട്ടും കഴിക്കും. ഞാൻ തന്നെ അത്. സോ ലെറ്റ്സ് വാക്ക്. നടന്നിപ്പോൾ നമ്മൾ 4 കിലോമീറ്റർ എന്തായാലും നടന്നു. ഇന്നത്തേക്കുള്ള ഞങ്ങൾ കഴിക്കാൻ മാത്രമല്ല, ഞങ്ങൾ അപ്പം തന്നെ ബേൺ ചെയ്തും കൂടെ കളയുന്നുണ്ട്. ബാംഗ്ലൂരിൽ വന്ന് അങ്ങനെ ചെയ്യാം. നടക്കുക, കഴിക്കുക, നടക്കുക. എന്തേലും പറ. വ്ലോഗായിട്ട് ഇടാനല്ലേ? പിങ്ക് പൂ കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 4 കിലോമീറ്റർ ഓൾറെഡി നടത്തിച്ചു രേഷ്മ. ലാസ്റ്റ് ഇവിടെ എവിടെയാണെന്ന് പറയുന്നുണ്ട്. പോയി നോക്കാം ഗൈസ്. കണ്ടെത്തൂന്ന് നമ്മൾ വിചാരിക്കുന്നു. നടന്ന് മതിയായി. പൂവിന് വേണ്ടി എന്തും ചെയ്യും. അയ്യോ സൂമ, ഭയങ്കര സൂമ. അവിടെ എന്തോ ഒരു പഴം ഉണ്ടായി കിടക്കുന്നുണ്ട്. ഫ്രൂട്ട്. ഇതാണ് മറ്റേ ലാലേട്ടന്റെ പഴത്തിൽ എന്താ പടത്തിൽ ഒരു പഴം ഉണ്ടല്ലോ, ഇലാഞ്ഞപ്പഴം. പക്ഷെ അത് ഇലാമപ്പഴം. പക്ഷെ അത് കൊക്കോപ്പഴം പോലത്തെ ഒരു പഴമായിരുന്നു. പക്ഷെ ഇത് ഉരുണ്ട പഴമാണ്. ഇത് കഴിച്ചാലും കണ്ണടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറെ വീഡിയോസ് എടുത്തു. ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. ഇവളാണ് വീഡിയോഗ്രാഫർ. എനിക്ക് എടുത്തരാന്ന് പറഞ്ഞത്. പകുതി റെക്കോർഡ് ചെയ്യില്ല. അതെ, പക്ഷെ ഞാൻ ഇനി തൊട്ട് റെക്കോർഡ് ചെയ്യും. കമ്മിങ് സൂൺ. ഹായ്. അതെങ്കിലും റെക്കോർഡായോ? കിട്ടിയെന്നാ തോന്നുന്നേ. മറ്റേ സിനിമയെ പറയണ പോലെ നമ്മൾ തിരിച്ചും ഒരേ സ്ഥലത്ത് തന്നെ എത്തി. ഞങ്ങൾ ഇപ്പോഴും ലൂപ്പിലാണ്. ഇവൾക്ക് മാപ്പ് നോക്കാൻ അറിയത്തില്ല. അതാണ് സംഭവം. അട്ടെത്തിയാ പൂവെന്തിയേ? ഇവിടെ വളരുന്ന ഇവളാണ് പറയുന്ന പൂവ് എവിടെയാണ്? എനിക്കറിയാം. ഇവളുടെ കൂടെ നടന്ന് ഞാൻ വഴി തെറ്റിയതാ. അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് സ്പോട്ടിൽ എത്തിച്ചേനെ. ഇവിടെ പൂവില്ല. ഒരു തേങ്ങ MG റോഡിലേക്ക് പോകുന്നു. MG റോഡ് പോയി ഷോപ്പിംഗ് ചെയ്യാം അല്ലേ പൂച്ച്? വീഡിയോയ്ക്ക് പിക്കിന് പോസ് ചെയ്യുന്ന പൂച്ച്. ഞങ്ങള് ചെറിയ പ്ലാൻ മാറ്റി. വി ആർ ഗോയിങ് ടു ചർച്ച് സ്ട്രീറ്റ്. രേഷ്മയുടെ നിർദ്ദേശപ്രകാരം വെയിലത്ത് കരിയാൻ പോവാം. നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ ഫുൾ ഓൺ ഷോപ്പിങ്ങിന് വേണ്ടി പോകും. നോക്കാം, കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടും.
ഞങ്ങള് ട്രാഫിക്കിൽ നിൽക്കണായിരുന്നു. ഇത്രയും വലിയ സ്ട്രോബെറി ഇടന്നിട്ട് 350 റുപ്പീസ് എന്ന് പറഞ്ഞു. രേഷ്മ 200 ആണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇത് താഴെ ഒന്നുമില്ല കേട്ടോ, ഈ മുകളിൽ കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല വലിയ സ്ട്രോബെറി കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല. സ്ട്രോബെറി തിന്ന് നോക്കുന്ന സ്ട്രോബെറിക്കും മധുരം ഉണ്ടോന്ന് ഇപ്പൊ തന്നെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യുന്ന എങ്ങനെയുണ്ട്? പുളിയാ? മധുരമില്ല, പുളിയാ. ഷിറ്റ്. കുഴപ്പമില്ല, മധുരമുണ്ട്. മധുരമുണ്ട്, കുഴപ്പമില്ല, നല്ല. എനിക്ക് പൈനാപ്പിൾ മതി. ഉപ്പിലിട്ടത് കണ്ടപ്പോൾ ഓടി വന്നതാ. നല്ല മണമുണ്ട് ഗൈസ്, നല്ല മണം വരുന്നുണ്ട്, നല്ല കാന്താരിയുടെ മണം. ഇത് പാരഗണിന്റെ ഒരു ഷോപ്പ് ആക്ച്വലി. അപ്പം ബൈ പാരഗൺ. അപ്പോൾ ഷോപ്പിംഗ് ഇറങ്ങിയിട്ട് ഷോപ്പിംഗ് നടന്നിട്ടില്ല. തീറ്റ മാത്രമേ നടന്നിട്ടുള്ളൂ. തീറ്റ മാത്രം. എങ്ങനെയുണ്ട്? എരിവും പുളിയൊക്കെ ഉണ്ടോ? പുളി കുറവാ, അതിനൊട്ടില്ല. നല്ല വേല ഗൈസ്. മധുരമില്ല, പക്ഷെ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് മധുരം ഉള്ളത് ഇഷ്ടം കുറച്ച്. നമുക്ക് ഇതാണുള്ളത്തേക്കാ പൈസ കൊടുത്തിട്ട്. എന്താ വാങ്ങിക്കാൻ പ്ലാൻ? പൂച്ച് കളക്ഷൻസ് ഉണ്ടോ? റിങ് ഇങ്ങനത്തെ ഗൂച്ചി അങ്ങനത്തെ റെപ്ലിക്കാസ് ഒക്കെ ഉണ്ട്. കാർട്ടികത്തെ ഒക്കെ ഒന്നിട്ട് കാണിച്ചു. വലുതാ എനിക്ക്. ആ ഓക്കെ, ഇടാൻ പറ്റുന്നില്ല. കമ്മൽ ഇറ്റ്സ് ഓക്കെ. കമ്മൽസിൽ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല രസമുണ്ട്. നീ പറ, നല്ല രസമുണ്ടെന്ന് പറ. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഫോക്കസ് ആയിടും പച്ചടി. അന്ന് ഈ സാധാ വീഡിയോ എടുക്കാം, അപ്പോൾ ഫോക്കസ് ആവും. കാണാൻ നല്ല പ്രിറ്റി ആയിട്ടുണ്ടല്ലേ. സോ ബ്യൂട്ടിഫുൾ. കൊടുത്താലോ? വെറുതെ ഇടണ ടൈപ്പ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഉറപ്പാണോ? പൂജ ഈസ് ഗോണ ബൈ ദിസ് വൺ ഗൈസ്. എനിക്കത് ഇഷ്ടമായി. സിമ്പിൾ ആണ്, പക്ഷെ നല്ല രസമുണ്ട്. എല്ലാത്തിനും അതൊന്നും കൂടെ എല്ലാത്തിൻ്റെ ഒപ്പം ചേരും. വേറെയും കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടുമായിരിക്കും. ആ നൈസായിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റേ ചിക്കൻ കറി ഫുള്ള്. നല്ല എക്സിബിഷൻ ആണ്, കൊള്ളാം. എവിടെയാ എക്സിബിഷൻ നടക്കുന്നത്? ചർച്ച് സ്ട്രീറ്റിലല്ലേ? ആ, ഇത് കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. ആ, നല്ല പീസാണ്, ക്വാളിറ്റിയും കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു നോക്കാം. ചിക്കൻ സമൂസ. ചിക്കൻ സമൂസ
एक चिकन समोसा and one banana. എനിക്ക് എന്താ ഹിന്ദി പറയുന്നത് അറിയത്തില്ല guys. മലബാർ പഴംപുരി എന്ന് എഴുതി വെച്ചേക്കണം. പുരിന്ന് അപ്പം മലബാർ പഴംപുരി ആൻഡ് ചിക്കൻ സമോസ. ബനാന ഫ്രിറ്റേഴ്സ് തരും. പഴംപൊരി മതി. പഴംപൊരി ഇവിടുത്തെ നല്ല നീളമുള്ള പഴംപൊരിയാണ്. പിന്നെ എൻ്റെ ചിക്കൻ സമോസ. രാവിലെ ഞങ്ങൾ രാമേശ്വരം കപ്പയിൽ പോയി ഒരു ദോശയും പൊടിയിലേയും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മിനിറ്റ് നടന്നാൽ പിന്നെ വിശന്നപ്പോഴേക്കും ഇവിടെ വന്നിട്ട് എന്താ കഴിച്ചു? ഉപ്പിലിട്ടത്. ഇപ്പൊ അവിടെ പോയി ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും പഴംപൊരി സമോസ. അത്രേ ഉള്ളൂ. ഇത്രേ കഴിച്ചുള്ളൂ. നീ പറ. പിന്നെയും തിന്നാൻ കയറിയുന്നത് കട്ട് ചെയ്യണില്ലേ? കട്ട് ചെയ്യണ ഒന്നുകൂടെ നമ്മൾ പിന്നെയും തിന്നാൻ കയറി. പാരഗണ്ട് എന്താന്ന് വെച്ചാൽ ലൈം ജ്യൂസ് കുടിക്കാൻ കയറിയതാ ശരിക്കും പറഞ്ഞ. അപ്പോൾ രേഷ്മയ്ക്ക് ചിക്കൻ കട്ട്ലേറ്റും ഉള്ളിവടയും കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവള് കഴിക്കണില്ല കേട്ടോ, ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് കയറിയതാ. പക്ഷെ നല്ല ഇത്രയും മനോഹരമായ ഉള്ളിവടയും ഇത്രയും മനോഹരമായ കട്ട്ലറ്റ് ഇരിക്കുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് വെക്കും. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അഡ്ജസ്റ്റ് ചെയ്യൂ ഗൈസ്. ഇതിപ്പോ സുമിയുടെ ഫുഡ് ബ്ലോഗ് പോലെയായി. ഞങ്ങൾ തീറ്റയോടെ തീറ്റ മാത്രമേ നമ്മൾ കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഡെസേർട്ട് ഉണ്ട്. ഞങ്ങൾ മക്നോളി പോകാനൊരു പ്ലാൻ ഉണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ് പോസ്റ്റ്? നമ്മൾ ഇനി ഇന്ദിരാനഗർ പോകും. അവിടുന്ന് മാഗ്നോളിയയിൽ പോയിട്ട് ഡെസേർട്ട് ട്രൈ ചെയ്യണം. ആൻഡ് ദെൻ വി വിൽ ഗോ ടു നെഹദി മന്തി. നെഹദി മന്തിയിലെ മന്തി സൂപ്പറാന്നാണ് രേഷ്മ പറയണത്. സോ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിക്കും. കഴിച്ചിട്ട് ലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ഡെസേർട്ട് കഴിക്കും. അതാണ് ഞങ്ങളുടെ എന്തായാലും കഴിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനുല്ലേ എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? എങ്ങനെയാണ് ഗൈസ് പോസ്റ്റ് ലോസ് കാലറി ബേൺ ചെയ്യണത്? ഷീ ഈസ് ദാറ്റ് ഇൻഫ്ലുവൻസർ. അതെ അതെ. നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യ്. ബനാന പുഡിംഗ് പോസ്റ്റ് ട്രൈ ചെയ്യുന്നില്ലല്ലേ? ഇഷ്ടമല്ല, ബനാന ഇഷ്ടമല്ല. ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വേണം. നല്ല ഹെവി സാധനമൊന്നും എനിക്ക് ഹെവി സാധനമാണ് ഇഷ്ടം. ചോക്ലേറ്റ് ഉള്ള സാധനം. ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടും. ഞാൻ അത്ര വലിയ ഫാനല്ല. പക്ഷെ രേഷ്മ നല്ല ഫാനാണ്. ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. ഭയങ്കര ലൈറ്റാണ്. ലൈറ്റാണോ? ലൈറ്റ് ടെക്സ്ചറാണ്. ടെക്സ്ചർ. ഫ്രഷ്ലെഷസ് ചിലപ്പോൾ ഞാൻ കഴിക്കില്ല. സൂപ്പർ ആണോ? എനിക്ക് എഗ്ഗിന്റെ ചൊവ ഇഷ്ടമല്ല. പക്ഷെ അവര് ചോദിച്ചപ്പോ അതൊന്നും മനസ്സിലായില്ല ഞാൻ ഗസ് എന്ന് പറഞ്ഞത്. ഇത് ഫുള്ളി പാക്ഡ് ആട്ടോ. ഞങ്ങൾ കുറച്ചു നേരം തിന്നിട്ട് സീറ്റ് വരെ കിട്ടിയത്. ഇങ്ങനെയാണ് പോസ്റ്റ് ലോസ് കാലറീസ് ബേൺ ചെയ്യുന്നത്. ഇത് ഫുള്ളും കഴിച്ചു. അല്ല, ഫുള്ളും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ ഷുഗർ പേഷ്യൻ്റ് ആക്കും. ബട്ട് ടേസ്റ്റ് ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ദിസ് വൺ. ചോക്ലേറ്റ് ലവേഴ്സ് ഷുഡ് ട്രൈ ദിസ് വൺ. ഇതും നല്ലതാണ്, പക്ഷെ ചോക്ലേറ്റ് ലവേഴ്സിന് ഇത് പറ്റൂ കേട്ടോ. ചിലപ്പോൾ എനിക്ക് മാത്രമേ പറ്റുള്ളായിരിക്കും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൂജന്റെ ഇപ്പോഴത്തെ അവസ്ഥ, തിളക്കത്തിലെ ദിലീപിന്റെ അവസ്ഥ. ഓൾ ദ സ്റ്റാർസ് ആർ ട്വിങ്ക്ലിംഗ്, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ്.
നീ നെഗതി മന്തി കഴിക്കാൻ പോകുന്നുണ്ടോ? ഇന്നത്തേക്ക് ഡൺ ആൻഡ് ഡസ്റ്റഡ്. അത് ഞാൻ പിന്നെ കിട്ടിയപ്പോ ഓസിന് കിട്ടിയ എടുക്കണമല്ലോ നമ്മള്. കഴിഞ്ഞോ? ഇന്നത്തെ കഴിഞ്ഞോ? ഇന്നത്തെ ഇത്രേ ഉള്ളല്ലോ.